പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെ പ്രവർത്തിച്ച് ഏതറ്റം വരെയും പോയി അദ്ദേഹത്തിന് നീതി വാങ്ങി കൊടുക്കാൻ നിൽക്കുമായിരുന്നു. അദ്ദേഹം ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തോ? ഒരു MLA ആയ എന്നെ അപകീർത്തിപ്പെടുത്താൻ സമൂഹത്തിൽ ഇന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞോ? രാഹുൽ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അങ്ങനെ തുടർച്ചയായി പരാതികൾ ഉയർന്നു. ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഒരു ആത്മവിശ്വാസമുണ്ട്. പാർട്ടി ഉടനെ നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പാർട്ടിയിലില്ല എന്ന് പറയുന്നു. പക്ഷെ എപ്പോഴും പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ പിന്തുണ നൽകുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചൊരു ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം ഞാൻ എന്തും നിയമപരമായി നേരിട്ടുകൊള്ളാം എന്ന് പറയുന്നു. ഇതൊന്നും തന്നെ തൻ്റെ ശബ്ദമല്ല എന്ന് ഇയാൾ നിഷേധിക്കുന്നുമില്ല. അപ്പോൾ അയാൾ എന്ത് തരം ആത്മവിശ്വാസത്തിന്റെ പ്രതിനിധിയാണ് രാഹുൽ? എന്താണത് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ഒടുവിൽ സിനിമാ നടിമാരെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഇവർക്കൊന്നും എന്നോട് അയിത്തമില്ല എന്ന് കാണിക്കാൻ അതും ഒരു PR പരിപാടിയാക്കി കൊണ്ടുവരുന്നു. പൊതുപരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുപ്പിക്കാൻ ഒരു പ്രത്യേക വിഭാഗം തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ അത് എന്ത് തരം സന്ദേശമാണ് രാഹുൽ ഈശ്വർ? രണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ റിനി വളരെ നന്നായി സംസാരിച്ചു. റിനി പറഞ്ഞ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ലെങ്കിലും വളരെ മനോഹരമായ ഫ്ലോയിൽ സംസാരിച്ചു. അതിനെ കമന്റ് ചെയ്യുന്നു. അതോടൊപ്പം രണ്ടാമത്തെ പോയിന്റ്, സ്മൃതിജി, താങ്കൾക്കറിയാമല്ലോ ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കും? ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത, ആ വിവാഹം മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക? 2024 ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം. 2024 ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി 2025 മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ സമയത്ത്, അതിന് കുറച്ചു മുമ്പേ ബന്ധമുണ്ട്, ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത എന്താ പയ്യന്? രാഹുൽ ഈശ്വർ, രണ്ടുപേരുടെ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന കാര്യമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നോക്കൂ, അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകരുത് രാഹുൽ ഈശ്വർ, അത് പോകരുത്. നമ്മുടെ ചർച്ചയിൽ അത് പോയിക്കൂടാ. അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. രാഹുലും പരാതിക്കാരിയും മതി. ഞാൻ എല്ലാ ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ, ഇത്രയും നാള് രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി വലിച്ചു കീറിയപ്പോ ഇല്ലാത്തൊരു അവധാനത പെട്ടെന്ന് സ്മൃതി മാഡത്തിന്റെ സ്വരത്തിന് വന്നത് കണ്ടോ? അല്ല രാഹുൽ ഈശ്വർ, നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ നമ്മൾ ചർച്ച നടത്തുന്നത്? രാഹുൽ ഈശ്വർ, നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ ചർച്ച നടത്തുന്നത്? രാഹുൽ പച്ച വെക്കാതിരിക്കൂ. രാഹുൽ കേൾക്കൂ, നമ്മൾ പുറത്തേക്ക് വന്ന ശബ്ദരേഖകളിലാണ് ചർച്ച നടത്തുന്നത്. രാഹുൽ, ആ ശബ്ദരേഖകളിൽ അങ്ങേക്ക് സമയമാണ്. അല്ല, അങ്ങ് ഞാൻ ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല. ഇല്ല, ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല. ആ പെൺകുട്ടിയുടെ മറ്റു കാര്യങ്ങളോട് വെളിപ്പെടുത്തരുത്. മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തരുത്. ആണ്, ഉറപ്പായിട്ടും. അത് നമ്മുടെ വിഷയമല്ല. അത് നമ്മുടെ വിഷയമല്ല. രാഹുൽ ആ ബന്ധത്തിൽ തുടരുമ്പോഴും അതൊരു വിഷയമായിരുന്നില്ല. രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുമായി നടത്തിയ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേട്ടത്. അതിലൊന്നും തന്നെ ഈ വിഷയം കടന്നു വന്നിട്ടില്ല. അവർക്കിടയിലെ ബന്ധം, ആ ബന്ധത്തിൽ അയാൾ കാണിച്ച ചതിയാണ് ശബ്ദരേഖയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് അയാൾ നിഷേധിക്കാത്ത കാലത്തോളം രാഹുൽ ഈശ്വരനാണ് ഇത്രത്തോളം ബഹളം വെക്കുന്നത്. അയാൾ നിഷേധിച്ചോ? അതെന്റെ ശബ്ദമല്ലെന്ന് നിഷേധിച്ചോ? ആ പെൺകുട്ടിയുമായി ബന്ധമില്ല എന്ന് നിഷേധിച്ചോ? നിയമപരമായി നേരിടുമെന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് 10 സെക്കൻഡ് തരാമോ? അങ്ങേക്ക് പറയാം. 10 കൂടുതൽ സമയം തരാം. ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ് ആ പെൺകുട്ടി. ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. ഈ വസ്തുത നിങ്ങൾ എത്ര കാലം മറച്ചു വെക്കും? എനിക്കിത് അറിയാന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞോ? എന്തുകൊണ്ടാ പറയാത്തത്? ആ പെൺകുട്ടിയുടെ പ്രിവസി രക്ഷിക്കണമെന്ന് വെച്ചാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞാ പോരെ? എന്തുകൊണ്ടാ പറയാത്തത്? ആ പയ്യന്റെ മാന്യതയാണ്, ആ ചെറുപ്പക്കാരന്റെ മാന്യതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA മാന്യത കാരണമാണ് പറയാത്തത്. ആ മാന്യതയല്ലേ നമ്മൾ ശബ്ദരേഖയിലൂടെ കേട്ടത്? മാന്യത എത്രത്തോളം വേണമെന്നല്ലേ മാഡം നിങ്ങൾ കേട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് സീരിയസ് ആയ ഒരു ബന്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് വേണം, കുടുംബം വേണമെന്ന് ആഗ്രഹിച്ചു. എങ്ങനെ കല്യാണം കഴിക്കും? ഓൾറെഡി കല്യാണം കഴിച്ചു എന്ന വസ്തുത മറച്ചു വെച്ചല്ലേ ബന്ധം ഉണ്ടാക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ശബ്ദരേഖയിലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ന്യായമാണല്ലോ പറയേണ്ടത്. അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ മാന്യതയാണ്. ഇനി ഒരു കാര്യം കൂടെ, ആരാണെന്ന്, ഏത് ചാനലിലെ ആണെന്നും പെൺകുട്ടി ആരാണെന്നും അറിയാലോ. ഇതൊന്നും പറയരുത് പ്ലീസ്.
എന്തിനാണ് അറിയാത്ത ആളുകൾക്ക് രാഹുൽ ഈശ്വർ അവരെ എറിഞ്ഞു കൊടുക്കുന്നത്? രാഹുൽ, ഞാൻ പറയില്ല, ഞാൻ ഒരു കാരണവശാലും പറയില്ല. അത് ഒരു വാദത്തിന് ജയിക്കാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പ്രിവസിയെ ഞാൻ ഒരു കാരണവശാലും ബലികഴിക്കില്ല. 100% ആ പെൺകുട്ടി ആരാന്ന് എനിക്ക് ഇപ്പോഴല്ല, ഒരുപാട് കാലമായിട്ട് അറിയാം. പറയില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ മാന്യത ഞാൻ കാത്തു സൂക്ഷിക്കും. എന്നേക്കാൾ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഇത്രയും പോലും പറയാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചു നേരം മുമ്പ് സംസാരിച്ചിരുന്നു. ഞാൻ പലവട്ടം ഇത്തരം കാര്യങ്ങൾ പറയാം, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് ഇനി ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷേ അത് പറയാത്തത് ആ ചെറുപ്പക്കാരന്റെ നന്മയും മാന്യതയുമാണ്. ഇതൊക്കെ ഈസിയായി പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് പറയാത്തത് ഒരു ചെറുപ്പക്കാരന്റെ മാന്യതയാണ്. ആ ന്യായമാണ് അങ്ങേക്ക് പറയാനുള്ളത്. വിവാഹിതയായിരുന്നു എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ആ ശബ്ദരേഖ നമ്മൾ കേട്ടു. അതിനുശേഷം ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലും രാഹുൽ ഈശ്വർ പറയുന്ന വാദം അങ്ങ് കേട്ടല്ലോ. സജ്ന, രാഹുൽ മാങ്കൂട്ടത്തിനോട് 5 ചോദ്യങ്ങൾ സജ്ജന ചോദിച്ചിരുന്നു. നേതൃത്വത്തോടെ ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങൾ സജ്ജന ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട്. അതിനുശേഷം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. സസ്പെൻഷൻ എന്നൊരു നടപടി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അയാൾ പാർട്ടിയിലില്ല എന്ന സാങ്കേതികത്വം പറയുന്നു. പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തുടരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നേതൃത്വം വഹിക്കുന്നു. പ്രചാരണങ്ങളിൽ മാത്രമല്ല, ചിലയിടത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പോലും അയാൾക്ക് അവിടെ റോൾ ഉണ്ടായിരുന്നു. ആ പ്രഖ്യാപനത്തിലും അയാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് സജ്ന എങ്ങനെയാണ് ഇക്കാര്യത്തിൽ നീതി പ്രതീക്ഷിക്കുന്നത്? പാർട്ടിയുടെ ഭാഗത്ത് ഇനി എന്ത് നടപടിയാണ് സജ്ന ആഗ്രഹിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു പരാതിക്കാരി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഇത്രയും നാൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു ന്യായീകരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരാതി എന്തായാലും വന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏതൊരു കോൺഗ്രസ്സുകാരനെ പോലും ഞാനും പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള പരാതിയുടെ പോക്കനുസരിച്ച് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി കൈക്കൊള്ളും. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ പുറത്താക്കി പാർട്ടി പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് ഒരു ശുദ്ധീകലശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നടത്തിയാൽ ഈ പാർട്ടിയുടെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും ഈ പാർട്ടിക്ക് ഉടനെ തന്നെ കരകയറാൻ കഴിയും. ഇതിനുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള പുറത്തു നിർത്തലാണ് ഏറ്റവും വേണ്ടുന്ന ഈ അന്തിമമായി ഏറ്റവും ഇത്ര നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വേണ്ടുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ AICCക്ക് നൽകിയ പരാതിയിലും സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. പറഞ്ഞിരുന്ന ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് പോലെ അദ്ദേഹം ഇത്രയും നാൾ ഒരു പരാതി ഇല്ല എന്നുള്ള ന്യായീകരണത്തിന് പുറമെ അദ്ദേഹം ഭരണഘടനാപരമായി അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള രീതിയിൽ ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. താൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് അതെ കേസില്ല, പരാതിയില്ല എന്നുള്ളതും പോയി അദ്ദേഹം തികച്ചും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഗർവോടുകൂടി നടക്കുന്ന ഒരു രീതിയായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. ഭരണഘടനാപരമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ പരാതി പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് കൈമാറിയതിനു ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു 4 വരി കുറിക്കുകയുണ്ടായി. അദ്ദേഹം നിയമപരമായി തന്നെ നേരിടുമെന്നുള്ളത്. ഇത്രയും ഈ ഒരു വിഷയം രൂക്ഷമായി പോകാതിരിക്കാൻ ഈ ഒരു 4 വരി അദ്ദേഹം ഈ 3 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമപരമായി തന്നെ നേരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞാനടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെ പ്രവർത്തിച്ച് ഏതറ്റം വരെയും പോയി അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പരാതിക്കാരി വന്നിരിക്കുകയാണ്. ഈ പരാതിക്കാരി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതുവരെ പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന ഒരു സമയത്ത് പോലും പാർട്ടിയുടെ നടപടിയെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ. പാർട്ടിയുടെ പരിപാടികളിൽ അനൗദ്യോഗികമായി കടന്നു ചെല്ലുക, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ കരങ്ങൾ
അദ്ദേഹം വലിച്ചിഴയ്ക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ തീരുമാനത്തെ അദ്ദേഹം അവഹേളിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായി പോലും തുടരാൻ അദ്ദേഹത്തിന് യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ മാസത്തേക്ക് മാത്രമേ കോൺഗ്രസിന്റെ ഭരണഘടനാ പ്രകാരമുള്ള സസ്പെൻഷൻ ഓഗസ്റ്റ് മാസം 25-ന് സസ്പെൻഡ് ചെയ്തു. സെപ്റ്റംബർ മാസം 25 ആ സസ്പെൻഷൻ ഭരണഘടനാപരമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടു. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളൊന്നും രാജിവെച്ചില്ല, അദ്ദേഹം തുടർന്നു. വിൻസെന്റ് അടക്കം ഉള്ളവർക്ക് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, അതായത് മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ശ്രീ കെ സുധാകരൻ അടക്കമുള്ളവർ കൃത്യമായി വന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ റിനി ഇവിടെ ഉണ്ടല്ലോ, ആ റിനി അടക്കം ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരെ സോഷ്യൽ മീഡിയയിൽ എത്ര മോശമായിട്ടാണ് ആക്രമിച്ചത്. അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിലെ ഉയർന്നു വന്ന മറ്റു പല ആരോപണങ്ങളിൽ ഉൾപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് എത്ര ക്രൂരമായി തന്നെ ആക്രമിച്ചു. ഇപ്പോഴും അത് തുടരുകയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അതുകൊണ്ട് മറ്റു കോൺഗ്രസ് ഒന്നുമല്ല എന്ന് പറയുന്നു. മിനിങ്ങാന്ന് തന്നെ ബണ്ടി ചോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപമിച്ചുകൊണ്ട് ഇതേ രാഹുൽ മാങ്കൂട്ടിൽ പ്രതികരിച്ചത് ആർക്കെതിരായിട്ടാണ്? ഞാൻ പറയുന്നില്ല ആരാണെന്ന്. അപ്പോ പരസ്യമായി രംഗത്ത് ഒരു വലിയ വിഭാഗം അദ്ദേഹത്തെ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വരിക. പിന്നെ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം മറുപടി പറഞ്ഞു തന്നെ പോകണം. വിവാഹിതയാണ്, ഇതിലെ ഇര വിവാഹിതയാണ്, അതുകൊണ്ട് ഇതൊന്നും ഒഫൻസ് ഒന്നും നിൽക്കില്ല എന്ന രൂപത്തിൽ ചിത്രീകരിക്കുകയാണ്. എത്ര ക്രൂരമായിട്ടാണ് ഇവിടെ പറയുന്നത്. BNS-ഉമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ 89 ഞാൻ വായിക്കാം. കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് വിമൻസ് കൺസെന്റ്, മാരീഡ് വുമൺ, നോൺ മാരീഡ് വുമൺ എന്ന രൂപത്തിലല്ല. കോസിംഗ് മിസ്കാരേജ് വിത്തൌട്ട് വുമൻസ് കൺസെന്റ്, whoever commits the offense under section 86 without the consent of a woman, whether the woman is quick with child or not, shall be punished with imprisonment for life, ജീവപര്യന്തം, or with imprisonment for either description for a term which may extend to 10 years and shall also be liable to be fined. അതായത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ പരസ്പരമുള്ള ബന്ധം അതവിടെ നിൽക്കട്ടെ, ഒരു മിസ്കാരേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് BNS-ലെ സെക്ഷൻ 89 കൃത്യമായി ഇന്ന പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് ഓഫ് ലൈഫ് 10 years വരുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹിതയാണെന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഇത് കേൾക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിലെ വിക്ടിമിന്റെ എല്ലാം എല്ലാ തരത്തിലുള്ള ധൈര്യത്തെയും ചോർത്തിക്കളയുകയാണ്, ആക്രമിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇന്ന് ബഹുമാനപ്പെട്ട ഒരു അഭിഭാഷക ദീപ ജോസഫ് എന്നാണ് പേര്, ഞാൻ അവരെ അറിയില്ല, അവർ സുപ്രീം കോടതി അഭിഭാഷകയാണെന്നൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഇതേ വിഷയത്തിൽ വളരെ ദീർഘമായിട്ട് എഴുതിയിരിക്കുകയാണ്. എത്ര മോശമായിട്ടാണ് ഈ വിക്ടിമിനെ ചിത്രീകരിച്ചത്. ഫോട്ടോ പുറത്തുവിടും, മറ്റു വിവരങ്ങൾ പുറത്തുവിടും, അതുകൊണ്ട് ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രൂപത്തിൽ ഇത് കുറച്ച് ദിവസമായി പരാതി കൊടുക്കാൻ തയ്യാറായി വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന വിഷയങ്ങളെ തകർക്കാൻ വേണ്ടി, അതിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരു വലിയ ടീമിനെ വെച്ച് PR വർക്കിന്റെ ഭാഗമായി ആക്രമിക്കുക. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി രാജു പി നായരോട് ഞാൻ ചോദിക്കട്ടെ, 3 മാസം സമയം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയല്ലോ. ഓഗസ്റ്റ് മാസം 25 മുതൽ കിട്ടി. ഈ ശബ്ദം എന്റേതല്ല അദ്ദേഹം പറഞ്ഞോ? ഈ ചാറ്റ് എന്റേതല്ല പറഞ്ഞോ? ഈ ശബ്ദം ഒരു ഫോറൻസിക് റിപ്പോർട്ടിന് പരിശോധനയ്ക്ക് വിടണം എന്ന് പറഞ്ഞോ? അദ്ദേഹം ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തോ? ഒരു MLA ആയ എന്നെ അപകീർത്തിപ്പെടുത്താൻ സമൂഹത്തിൽ ഇന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞോ? കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പരാതി തന്നോ? ഒരു കോൺഗ്രസിന്റെ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, താങ്കൾ കേട്ട് മറുപടി പറഞ്ഞോളൂ. കോൺഗ്രസിന് ഒരു പരാതി തന്നോ? ഞാൻ കോൺഗ്രസിന്റെ MLA ആയി പ്രവർത്തിക്കുമ്പോൾ മിസ്റ്റർ രാജു പി നായർ താങ്കൾ സംസാരിക്കുമോ? താങ്കൾ സംസാരിക്കുമോ? ശ്രീ രാജു പി നായർ വേഗം പൂർത്തിയാക്കൂ. ഞാൻ ശ്രീ K M ആന്റണിയിലേക്ക് പോയതേ ഇല്ല. അരുൺ, ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒരു തരത്തിലും ചാറ്റുമായി ബന്ധപ്പെട്ടോ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു പരാതി പോലീസിനോ പൊതുസമൂഹത്തിൽ ഉന്നയിക്കുകയോ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഈ ബന്ധം നിഷേധിക്കുകയോ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പരാതിയും കൊടുത്തിട്ടില്ല. KC വേണുഗോപാൽ ഭാര്യ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഭയത്തിലാണ്. അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ നമ്മുടെ തൃക്കാക്കര MLA അടക്കം എത്രയോ വനിതകൾ രംഗത്ത് വന്നിട്ട് അപ്പോൾ തന്നെ പ്രസ്താവന പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം. ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ഒരേ സമയത്ത് ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം യാത്ര ചെയ്യുക, അതാണ് കോൺഗ്രസ്. അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തോടെയും സംസാരിക്കുന്നില്ല. കിട്ടിയ പരാതി കൃത്യമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കും.